കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ അധ്യാപകനായ ഡോക്ടർ MK റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. ക്ലാസ് മുറിയിൽ നിതിൻ രാജ് അധിക്ഷേപിക്കപ്പെട്ടുവെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഡി ധനസുമോദ് വിവരങ്ങളുമായി. ധനസുമോദ്, എന്താണ് ഈ കേസിലെ ഒരു പ്രധാനപ്പെട്ട പരാമർശമാണ് സുപ്രീം കോടതി അങ്ങനെയെങ്കിൽ നടത്തുന്നത്? നിഷാദ്, മനുഷ്യത്വരഹിതം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പരാമർശം തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്നും ഈ തരത്തിലുള്ള മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഉത്തരവ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. കാരണം ക്ലാസ് മുറിയിൽ നിതിൻ രാജ് ആക്ഷേപിക്കപ്പെട്ടു, അധിക്ഷേപിക്കപ്പെട്ടു എന്ന് കോടതിക്ക് വ്യക്തമായിരിക്കുകയാണ്. ഒരു പ്രാഥമിക നിഗമനം കോടതിയുടെ അങ്ങനെ തന്നെയാണ്. കാര്യം ഇതുമായി ബന്ധപ്പെട്ട 34ാമത്തെ പേജ് വായിച്ചു നോക്കിയാൽ ഇക്കാര്യത്തിൽ എങ്ങനെയാണ് ഇയാൾ നിതിൻ രാജിനെ ആക്ഷേപിച്ചത് എന്നുള്ളൊരു കാര്യം വ്യക്തമാകും എന്നുള്ളൊരു കാര്യം സുപ്രീം കോടതി വിലയിരുത്തുന്നു. മാത്രമല്ല, വിദ്യാർത്ഥിയെ മാനസിക പീഡനത്തിന് ഇരയാക്കിയാൽ അനന്തരഫലങ്ങൾ അധ്യാപകൻ തിരിച്ചറിയണം എന്നുകൂടിയുള്ള ഒരു കോടതി താക്കീതുണ്ട്. മാത്രമല്ല, ക്ലാസ് മുറിയിൽ ഒരു വിദ്യാർത്ഥിയെ ഈ രീതിയിൽ അപമാനിച്ചാൽ എന്തായിരിക്കും അതിൻ്റെ പ്രത്യാഘാതം എന്നുള്ള കാര്യം അത് അധ്യാപകർ തിരിച്ചറിയണം എന്നുള്ളൊരു കാര്യം കൂടിയാണ് പറയുന്നത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള പെരുമാറ്റത്തിലൂടെ അധ്യാപകന് ഇതിൽ നിന്നും ഒഴിഞ്ഞുമാറാനാവില്ല എന്നുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. നിതിൻ രാജിനെതിരെ ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ല എന്നുള്ള ഒരു പരാമർശമാണ് ഈ ജാമ്യഹർജിയിൽ മുൻകൂർ ജാമ്യഹർജിയിൽ ഡോക്ടർ റാം സമർപ്പിച്ചിരുന്നത്. അത് നേരത്തെ തലശ്ശേരി കോടതിയിലായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. അതിനുശേഷം ഹൈക്കോടതിയിലും സമർപ്പിച്ചിരുന്നു. അതിനുശേഷം സുപ്രീം കോടതിയിലും ഈ പ്രധാനപ്പെട്ട കോടതികളെല്ലാം ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. ഇനി അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നിയമ തടസ്സങ്ങൾ ഒന്നും ഇനി ചക്രക്കൽ പോലീസിന് മുന്നിലില്ല. ധനസുമതാണ് വിവരങ്ങൾ നൽകിയത്. ഈ റാമിനെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള എല്ലാ തടസ്സങ്ങളും സത്യത്തിൽ പോലീസിന് മുമ്പിൽ നീങ്ങിയിരിക്കുന്നു എന്നതാണ്.